നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചിക്കൻ കൊണ്ടൊരു ഐറ്റമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് അൽഫാം. അപ്പോൾ നമുക്കിന്ന് ഒരു ചിക്കൻ്റെ അൽഫാം ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് അൽഫാമിന് വേണ്ട മസാല തയ്യാറാക്കാം. ചുവന്നുള്ളി ഒരു 12 എണ്ണം, വെളുത്തുള്ളി ഒരു 10-14 എണ്ണം, ഒരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില ഒരു വലിയ തണ്ട്. നമുക്കിതിനകത്തേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ. അടുത്തായിട്ട് നമുക്ക് മുളക് പൊടി 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ഇറച്ചി മസാല. കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടെങ്കിലും കുറച്ചും കൂടി നമുക്ക് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് തൈര് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ട തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വിനാഗിരി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഒഴിക്കാം. ഇനി നമുക്കിത് ഈ മിക്സിയുടെ ജാറിൽ നല്ലപോലെ അരച്ച് നല്ല കുഴമ്പ് രൂപത്തിലെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ വരങ്ങി കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കൂർത്ത മുന കൊണ്ട് ഇങ്ങനെ കുത്തി വെള്ളം കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ടൊന്ന് വരങ്ങിയാണ് കൊടുക്കുന്നത്. നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ ഒന്ന് ഉള്ളിൽ പിടിക്കുന്നതിന് ഇതേ കൂട്ടൊന്ന് വരങ്ങി കൊടുക്കുന്നത് നല്ലതാണ്. ആദ്യമേ തന്നെ നമുക്ക് ചിക്കനിലേക്ക് വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീര് ഇതേപോലെ ഒന്ന് തളിച്ചു കൊടുക്കണം. അതിനുശേഷം ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി അങ്ങോട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ചിക്കൻ മറിച്ചിട്ടിട്ട് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്ത് വിനാഗിരി ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇതേ കൂട്ട് ഒന്ന് പുരട്ടി കൊടുത്ത് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിരുന്ന വെച്ച മസാല ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന മസാലയാണിത്. ഇത് നമ്മുടെ ഈ ചിക്കൻ്റെ അകത്തേക്ക് പുരട്ടി കൊടുക്കാം. ചിക്കനൊക്കെ നമ്മൾ പുരട്ടി വെച്ചു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ഇട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർത്ത് നന്നായിട്ട് പുരട്ടിയതിന് ശേഷം ഒരു 6 to 8 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓവർനൈറ്റ് വെക്കുക. എന്നിട്ട് നമുക്കെടുത്ത് ഗ്രില്ല് ചെയ്യാവുന്നതാണ്.
ചിക്കനൊക്കെ പുരട്ടി വെച്ച് ഒരു ഓവർനൈറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഇനി നമുക്ക് ഈ ഗ്രില്ലിൻ്റെ അകത്തേക്ക് വെച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് ചുട്ടെടുക്കാം. ചിക്കനൊക്കെ വെച്ച് കൊടുത്ത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിടാം. പിന്നെ അതിനുശേഷം ഓരോ 3 മിനിറ്റ് കൂടുമ്പോഴും തിരിച്ചും മറിച്ച് കിട്ടുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറേശ്ശെ നമ്മൾ ഓയിലും അതിൻ്റെ മേളിൽ തേച്ച് കൊടുക്കേണ്ടതാണ്. നമുക്കിനി ഇതിൻ്റെ മേളിലേക്ക് കുറച്ച് ഓയിൽ ദയവിട്ട് ഒന്ന് തളിച്ച് കൊടുക്കാം. നിങ്ങൾക്കൊരു ബ്രഷ് ഉപയോഗിച്ച് തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഞാനിവിടെ ഈ മടൽ, അതായത് തേങ്ങയുടെ ചകിരി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു എണ്ണ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് നമ്മൾ ചുട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് എടുത്ത് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ഈ അൽഫാമിൻ്റെ കൂടെ കഴിക്കാനുള്ള ഒരു ചട്നി തയ്യാറാക്കാം. അൽഫാമിൻ്റെ കൂടെ കഴിക്കാനുള്ള ചട്നി നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ട സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് പുതിനയില ഇട്ട് കൊടുക്കാം. പുതിനയില ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയിലയൊക്കെ നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് 2 പച്ചമുളക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, ഒരു ചെറിയ തക്കാളി, ചെറിയ നാരങ്ങ നമ്മൾ അതിനകത്തേക്ക് പിഴിഞ്ഞ് ഒഴിച്ചു. ഇനി നമുക്കിത് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, പോരായ്മയുള്ള ഉപ്പ് നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് തൈര്. ഇതൊരു തവി തൈരാണ്. ഇത്ര ഇട്ട് നമുക്ക് ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അടിച്ചെടുക്കാം. മിക്സിയിൽ എടുത്തു വെച്ച സാധനങ്ങളെല്ലാം നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 3 തവി തൈര് ചേർത്ത് കൊടുക്കാം. 3 തവി തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം നമ്മുടെ ചട്നി നല്ല തിക്ക് പോലെ നമുക്ക് കിട്ടും. കണ്ടോ, നമ്മുടെ ചട്നി നല്ല തിക്കായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ അൽഫാം കഴിക്കുന്നതിൻ്റെ കൂടെയുള്ള ചട്നി. അപ്പോൾ നമ്മുടെ ചട്നി എല്ലാം റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ്റെ അൽഫാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അൽഫാം എങ്ങനെയുണ്ടെന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത നമ്മൾ ഫിഷിൻ്റെ കൂടെ തന്നെ ചിക്കനും ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ ചിക്കൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇത് ചിക്കൻ്റെ ഒരു ബ്രസ്റ്റ് പീസാണ്. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഈ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളൊരു സാധനമാണ് ഈ ബ്രസ്റ്റ് പീസ്. കൂടാതെ നമ്മുടെ ജിമ്മന്മാരൊക്കെ ഏറ്റവും കൂടുതൽ കഴിയുന്ന ഈ ബ്രസ്റ്റ് പീസാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഈ ചട്നിയും കൂട്ടി എങ്ങനെയാണോ നോക്കാം. അടിപൊളിയുണ്ട്. തീരെ മസാലയല്ല നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടത്. അപ്പോൾ ഈ സെയിം റെസിപ്പി ഉപയോഗിച്ച് ഈ സെയിം ഞാൻ ഉപയോഗിച്ച ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നിങ്ങൾ ഈ ചിക്കൻ ഗ്രില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി ചിക്കൻ ഗ്രില്ല് ചെയ്ത് കിട്ടും. അപ്പോൾ നല്ല അടിപൊളി മസാലയാണ്. എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.
എങ്ങനെയുണ്ട് സാധനം? കണ്ട് കൊള്ളാവോ? സൂപ്പർ. കഴിച്ചോ? അത് കഴിച്ചോ?